നാദർഷയാണ് ഇന്ന് ഈ റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ഈ റിപ്പോർട്ടറിലേക്ക്. അമർ അക്ബർ അന്തോണി ഇപ്പോൾ വളരെ വിജയകരമായി പ്രദർശനം തുടരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സംവിധായകൻ്റെ തൊപ്പി കൂടി അണിയുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ ഒരു ഹിറ്റ്, നല്ല സൂപ്പർ ഹിറ്റ് ആയി മാറുമ്പോൾ ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന പെട്ടെന്ന് നമ്മൾ ഇത് ആകണം, ഹിറ്റാകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഹിറ്റാകുമ്പോൾ ആദ്യ സംവിധാനത്തിന് അത്രയും ജനങ്ങൾ, അത്രയും ഒരു ഒരു സ്നേഹം തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. നാദർഷയുടെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില കോമഡി എലിമെന്റ്സ് ഉണ്ടാവും. തീർച്ചയായും അതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ. അതെ, കാരണം ശരിക്ക് നമ്മളൊരു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്ന കാസറ്റ്, ഓഡിയോ വീഡിയോ കാസറ്റുകളും കാര്യങ്ങളെല്ലാം ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഹ്യൂമർ ബേസ്ഡ് പ്രോഗ്രാംസ് ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു കോമഡി സിനിമ, അല്ലെങ്കിൽ നല്ല ഹാസ്യത്തിന് പ്രാധാന്യമുള്ളൊരു സിനിമ ജനം പ്രതീക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ 3 താരങ്ങൾ, ഇവർ 3 പേര്, ജയസൂര്യയും പൃഥ്വിരാജും ഇന്ദ്രജിത്തൊക്കെ ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഒന്നും കാണാണ്ട് അവർ ഈ പടത്തിന് ഡേറ്റ് കൊടുക്കില്ല എന്നുള്ളൊരു, അങ്ങനെ ഈ സിനിമ ചിത്രീകരണം തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളുണ്ടായി. പിന്നെ ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 2 പുതിയ റൈറ്റേഴ്സാണ്. ആ പുതിയ റൈറ്റേഴ്സിനെ വെച്ചിട്ട് ആദ്യ സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബാധ്യതയും കൂടിയുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചിട്ട് അത് തിയേറ്ററുകളിൽ വന്നപ്പോൾ ജനം അവരുടെ എക്സ്പെക്റ്റേഷൻ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ഒരു 10 ഇരട്ടി മുകളിൽ നിങ്ങൾ സിനിമ തന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെയധികം സന്തോഷമുണ്ട്. പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും കൂട്ടുകെട്ട്, അത് ഈ വർഷം തന്നെ ഇത് 2ാമത്തെ ഒരു വിജയ ചിത്രമാണ്. അതൊരു ആ ഒരു കെമിസ്ട്രി അത് തീർച്ചയായും ഈ സിനിമയിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ജയസൂര്യ കൂടി ചേരുമ്പോൾ ആ ഒരു കോമഡി എലമെൻസും അത്തരത്തിലുള്ള രസിപ്പിക്കാനുള്ള ഫാക്ടേഴ്സും കൂടുതൽ. അതെ, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന പടത്തിന് ശേഷമാണ് ഇവർ 3 പേരും കൂടി. ക്ലാസ്മേറ്റ്സ് ഭയങ്കര ഹിറ്റായിരുന്നു. അതും നമ്മുടെ സുഹൃത്ത് ലാൽ ജോസിൻ്റെ സിനിമ. അത് അത്രയും ഹിറ്റായിട്ടുള്ളൊരു സിനിമയിലെ കോമ്പിനേഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ജയസൂര്യൻ, പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂടി ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം വരുമ്പോൾ അതുപോലൊരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിച്ചിരുന്നവരെ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സകല ബാധ്യതയും എനിക്ക് തന്നെയായിട്ട് വരും. പക്ഷേ ഈ സിനിമയൂടി ഹിറ്റായപ്പോൾ അതിന് ആ ഒരു കോമ്പിനേഷൻ, ജനം എക്സ്പെക്റ്റ് ചെയ്ത കോമ്പിനേഷൻ തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ, ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ എല്ലാ തിയേറ്ററുകളിലും പോയിരുന്നു, അത്യാവശ്യം കോട്ടയം ഭാഗത്തൊക്കെ. അപ്പോൾ തിയേറ്ററുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ അടുത്ത് ജനം വന്ന് പറയുന്നത്, ചേട്ടാ ഇതാണ് സിനിമ, ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സിനിമ മതി. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം കിട്ടാൻ കാരണം, ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി സിനിമ മാത്രം കണ്ട് സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനിച്ച ആളാണ്. അല്ലെങ്കിൽ ആരെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയ ആളല്ല. സിനിമ പഠിച്ചത് തിയേറ്ററിൽ നിന്നിട്ട് പ്രേക്ഷകൻ എന്ത് ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടു പഠിച്ച ആളാണ്. അപ്പോൾ നമ്മളുടെ ആ ജഡ്ജ്മെൻറ്റ് തെറ്റിയില്ല എന്നുള്ളതിന് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അതായത് ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഞാൻ ഇതിനകത്ത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റാർ നായകന്മാർ, അല്ലെങ്കിൽ ഒരു നായകൻ എന്നതിനപ്പുറത്തേക്ക് മൾട്ടി സ്റ്റാർ നായകന്മാർ വരുമ്പോൾ അതിൽ കുറച്ചൊരു സൗഹൃദത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടാകും. അത്തരത്തിലുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇപ്പോൾ കുറച്ചുകൂടി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഘടകം കൂടി ഈ ചിത്രത്തിനൊരു വിജയത്തിൻ്റെ ഫാക്ടറായി മാറിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള, ശരിക്കും ഒരു സിനിമയിൽ നല്ല കുറേ തമാശകൾ ഓർത്തിരിക്കുന്ന, നമ്മൾ ആദ്യം സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ജനങ്ങൾ വീട്ടിൽ പോയിരുന്ന് ഓർത്തിച്ചിരിക്കുന്ന കുറേ തമാശകൾ ഈ സിനിമയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. കാരണം കണ്ട ഓഡിയൻസ് തന്നെ തിയേറ്ററിൽ ചിരിയുടെ ഒരല കാരണം ഞങ്ങൾക്ക്, ചേട്ടാ ഫസ്റ്റ് ഷോന് ഞങ്ങൾ കയറിയിട്ട് അത് പലത് സാധനം ചിരി കണ്ട് ഓവർലാപ്പ് ചെയ്തിട്ട് മനസ്സിലാകാനുള്ള, ഞങ്ങൾ വീണ്ടും സെക്കൻഡ് ഷോന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കാര്യം സിനിമ ഒരു വലിയ ബാധ്യതയായിരുന്നു എനിക്ക് ആ സിനിമ. കാരണം അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പുതിയ 2 റൈറ്റേഴ്സ്, പിന്നെ പുതിയ പ്രൊഡ്യൂസേഴ്സ്, അതിൽ ആൽവിൻ ആൻ്റണി ചേട്ടൻ മാത്രമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതുള്ളൂ. ബാക്കി ഡോക്ടർ ഷൈജു സക്കറിയ എന്ന് പറയുന്ന അദ്ദേഹം US ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിശ്വസിച്ചിട്ട് മാത്രം ഇതിനെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഇതുവരെയുള്ള കലാജീവിതത്തിൽ ഉള്ളൊരു വിശ്വാസമാണ് ഇവരെല്ലാവരും നമുക്ക് തന്നത്. ഇവർ തന്ന ഡേറ്റ്, ഇപ്പോൾ നമിത പ്രമോദും അതിലെ ഹീറോയിൻ നമിത വന്നു, പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, പിന്നെ മലയാള സിനിമയിലെ അത്യാവശ്യം ഒരു നല്ല വിഭാഗം താരങ്ങളെല്ലാം നമ്മളെന്ന് പറയുന്ന ഒരു കലാകാരനെ വിശ്വസിച്ചിട്ട് വന്ന. അപ്പോൾ ആ ഒരു വിശ്വാസം അത് നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറയുന്ന ഒരു
സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. നടനായി ഗായകനായി ഒക്കെ തിളങ്ങി. ഇപ്പോൾ സംവിധായകൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ്. ആ ഒരു സംവിധായകനിലേക്ക് എത്തുമ്പോൾ ഇനി എന്താണ് അത്തരത്തിലൊരു ബാധ്യത, അല്ലെങ്കിൽ മലയാള സിനിമയോട് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങളുണ്ട്, എന്താണ് അത്തരത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രേക്ഷകൻ്റെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് ചെയ്തതാണ്. ഇതിലെ പാട്ടുകൾ, ഇപ്പോൾ ഇതിൻ്റെ പാട്ടുകൾ മ്യൂസിക് ചെയ്തതും സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണക്കാരന് മൂളി നടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറുന്ന തരത്തിലുള്ള നോർമൽ സോങ്സാണ് അത്. അങ്ങനത്തെ 3 പാട്ടുകൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയുള്ള സിനിമകളും ഈ സിനിമയിൽ വെറും തമാശ കളി മാത്രമല്ല, ഇതിനകത്ത് സിനിമ കണ്ടവരെല്ലാവരും പറഞ്ഞത് ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്, ഒരു വലിയ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ, അല്ലാതെ വെറുതെ ചുമ്മാ ഒരു തമാശ കളി മാത്രമാണെങ്കിൽ ഈ സിനിമ ഇത്രയും ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ സിനിമയിലുണ്ട്, സോഷ്യൽ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ മക്കളെ ചേർത്ത് പിടിക്കുക. മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറയണം, ഇത് ഞങ്ങൾ കിടുങ്ങിപ്പോയിട്ടാന്ന് പറയുന്നതിൻ്റെ ഞങ്ങൾക്ക് കൂടുതൽ അത് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, നാദർഷ നന്നായിരുന്നു എന്ന് പറയണമെങ്കിൽ വെറും തമാശ കളി മാത്രമല്ല സിനിമ. ആ തമാശയിൽ കൂടി നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സിനിമകളിലും അതുപോലെ തന്നെയുള്ള ഫ്ലേവറിലുള്ള സിനിമകളിൽ നല്ല തമാശകളും അതുപോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും സിനിമകൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. എന്ത് മെസ്സേജാണ് ഈ സിനിമ നാദർഷയ്ക്ക് ബോധ്യമാക്കി തരുന്നത്? സംവിധായകൻ്റെ കുപ്പായമാണ് തനിക്ക് കൂടുതൽ ഇണങ്ങുക എന്നുള്ളതാണോ? അങ്ങനല്ല, കൂടുതൽ ഇണങ്ങാമെന്നല്ല, സിനിമ ചെയ്ത് ഈ കുപ്പായവും ഇണങ്ങും എന്ന് മനസ്സിലാക്കി. അതല്ലാണ്ട് ഇത് മാത്രമാണ് ഇതും ചെയ്യാം, ഇതിലും സേഫാണ് എന്നുള്ള കാര്യം നമുക്കൊരു കോൺഫിഡൻസ്, അല്ലാണ്ട് ഓവർ കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് കിട്ടി. സിനിമ ചെയ്താൽ നന്നാവും, നമുക്ക് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ എന്നെക്കൊണ്ടും പറ്റും എന്നുള്ള കാര്യം എനിക്കൊരു കോൺഫിഡൻസ് തന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും മട്ടാഞ്ചേരി പശ്ചാത്തലമാക്കിയൊരു സിനിമ. ഈ സിനിമയിൽ അതെ, ആ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ പുറത്ത് നിന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചിയിലാണ് ഷൂട്ടിങ്. കൊച്ചിയിൽ ഷൂട്ടിംഗ് ആണെങ്കിൽ അങ്ങോട്ട് ആ വശത്തേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ. ഷൂട്ടിംഗ് നമ്മൾ 10 ദിവസം പ്ലാൻ ചെയ്താൽ 15 ദിവസം നീളും അവിടുത്തെ. പക്ഷേ അതൊന്നുമല്ല, കൊച്ചിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് 65 ദിവസം കൊണ്ട് കൃത്യമായിട്ടുള്ള ഞങ്ങൾ ചാർട്ട് ചെയ്ത അതേ ദിവസം കൊണ്ട് ആ നാട്ടുകാരുടെ സഹകരണം. കാരണം തുരുത്തി കോളനി, പനയപ്പള്ളി കോളനി, പിന്നെ നമ്മളുടെ അവിടെ കൽവത്തി കോളനി, ഇത് ഈ കോളനികളിലുള്ള ജനങ്ങളുടെ ഒരു സഹകരണം ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അവരാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്, അവിടെ നാട്ടുകാർ. ഈ അമർ അക്ബർ ആന്റണി എന്നായിരുന്നു, അത്തരത്തിലായിരുന്നു പേര് ആദ്യമൊക്കെ കേട്ടിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ അമർ അക്ബർ അന്തോണി എന്ന പേരിലേക്കൊക്കെ മാറുന്നത്? അമർ അക്ബർ അന്തോണി തന്നെയായിരുന്നു. ഇതൊരു ബോളിവുഡ് നെയിമാണ്. അമർ അക്ബർ ആന്റണി എന്ന് പറയുന്നത് ബോളിവുഡ് അത്തരത്തിൽ നിന്ന് കടം കൊണ്ട പേര് മറ്റോ ആണോ? തീർച്ചയായിട്ടും. ആ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും ശരിക്കും ഒരുപാട് പ്രാവശ്യം, ഒരുപാട് എല്ലാ മലയാളികളും എനിക്ക് തോന്നുന്നത് കണ്ടിട്ടുള്ള ഹിന്ദി സിനിമകളിലൊന്നാണ് ആ കാലങ്ങളിൽ. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന സിനിമ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ്, ഭയങ്കര എൻ്റർടൈനറായിരുന്നു ആ സിനിമ. ആ ഒരു ജോണറിലൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ സിനിമയിൽ നിന്ന് പേര് മാത്രമേ കടമെടുത്തിട്ടുള്ളൂ. അത് ആ സിനിമയുടെ പേര് അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പേര് നമുക്ക് മനസ്സിലേക്ക് വരേയില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയിലെ ആ പേര് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ കഥ വേറെയാക്കി, പക്ഷെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഭയങ്കര ഇനീഷ്യൽ കിട്ടുന്ന ഒരു ടൈറ്റിൽ തന്നെയായിരുന്നു. നാദർഷ ദിലീപ് കൂട്ടുകെട്ട് എന്തായാലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവെ വളരെ പരിചിതമായ ഒരു കൂട്ടുകെട്ടാണ്. ദിലീപിനെ നായകനാക്കിയ ഒരു സിനിമ അത്തരത്തിൽ സംവിധായകനാവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഏതൊരു സംവിധായകനെയും പോലെ ദിലീപിനെ നായകനാക്കിയിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ എനിക്കും ആഗ്രഹം തന്നെയുണ്ട്. അത് ദിലീപ് എൻ്റെ പറ്റിയൊരു കഥയല്ലായിരുന്നു ഈ സിനിമയിൽ. അതിൻ്റെ പേരിൽ അതിപ്പോൾ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞു. ആദ്യം ഈ ചോദ്യം ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ സിനിമ കണ്ടവർ പറഞ്ഞു കറക്റ്റാട്ടോ, ഇതിന് പറ്റിയത് ഇവർ തന്നെയാണ്. അപ്പോൾ ദിലീപിന് പറ്റുന്ന കഥ വരുമ്പോൾ ദിലീപിന് സിനിമയിൽ ആവശ്യമായിട്ടുള്ള ഘടകമായിട്ട് ഇപ്പോൾ നായകന് പറ്റുന്ന വേഷം വരുമ്പോൾ നായകന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇതൊരു സൗഹൃദ കൂട്ടായ്മ കൂടിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആ ഏജ് ഗ്രൂപ്പിലുള്ള 3 പേര് അത്തരത്തിൽ വന്നപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നിട്ടുണ്ടാവും? ഇവരുടെ റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ പൃഥ്വിരാജും ജയസൂര്യയും ഇത്രയും നമ്മളുടെ റിയൽ ലൈഫിലൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്. അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ക്ലാസ്മേറ്റ്സിന് ശേഷം, അതിനകത്ത് നരേനും കൂടി ഉള്ളതാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സീൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഷൈൻ ചെയ്യുന്നത് മറ്റാൾക്ക് പിടിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ മറ്റേ നിൽക്കുന്ന ആളാണ് ഇങ്ങനെ കൂടി പറഞ്ഞേക്കുക. അല്ലെങ്കിൽ ഇന്ദ്രൻ പറയും ജയനെ മാത്രമാണ് ചേട്ടാ ചേട്ടാ അത് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ജയസൂര്യ പൃഥ്വിരാജ് രാജു
അവിടെ നീ ഇങ്ങനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു സ്നേഹം തന്നെ ഈ സിനിമയ്ക്ക്, ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ശരിക്കും ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ നമിത പ്രമോദ്, ശൃംദ, കലാഭവൻ ഷാജോൺ, പിന്നെ നമ്മുടെ ഇതിൻ്റെ ക്യാമറ സുജിത് വാസുദേവ് എന്ന് പറയുന്ന സിനിമയെ വിഷ്വൽ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ക്യാമറ കണ്ണുകൾ, ജോൺ കുട്ടിയുടെ എഡിറ്റിങ്, പിന്നെ ആർട്ട് സുജിത് രാഘവൻ്റെ ആർട്ട്, ഇതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. എവിടെയായിരുന്നു പ്രധാന ലൊക്കേഷൻസ്? എവിടെയൊക്കെയായിരുന്നു? കൊച്ചി തന്നെ. പിന്നെ കുറച്ച് നമ്മുടെ തായ്ലൻഡ് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചി 2 സോങ് ഇവിടെയാണ് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ഷൂട്ട്. പ്രേക്ഷകരോട് അവസാനമായി എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയുക, ഒരു സിനിമാ സംവിധായകനായിട്ട് എന്നെ അംഗീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കാരണം ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഞാൻ പത്മ തിയേറ്ററിൽ ആണ് പടം കാണാൻ പറ്റും. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മൾട്ടിപ്ലക്സിൽ പോയിട്ട് ആദ്യം കാണാണ്ട് ജനങ്ങളുടെ ഇടയിൽ പോയിരുന്നിട്ട് അവരുടെ കൂടെ പോയിരുന്ന സിനിമ ബാൽക്കണി പോയിരുന്ന് കാണണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം മാത്രം കണ്ടിട്ടുള്ള നിമിഷങ്ങളായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ആ ജനങ്ങളെടുത്ത് എന്നെ പൊക്കി തുള്ളുക, അതൊരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ജീവിതത്തിൽ ആ നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല നിമിഷങ്ങളെന്ന് ഞാൻ കരുതുന്നു. അത് എനിക്ക് സമ്മാനിച്ചത് ഈ സിനിമയാണ്, ഈ പ്രേക്ഷകരാണ്. ഈ സിനിമ അംഗീകരിച്ചത് പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ് ഇനിയുള്ള സിനിമകൾക്ക്. ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കൂടെ ഈ സ്നേഹം എപ്പോഴും ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രാർത്ഥന. വളരെ നന്ദി. ഈ റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന്. ജീവിതത്തിൽ ഇനിയും നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.